വേണു, നിന്നെ കൊന്നൊന്നല്ലടാ പറഞ്ഞത്. ആ ഗോച്ചേനെ കൊല്ലണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി. ഗോച്ചയെ നീയാണോ അടിച്ചത്? ഗോച്ചയെ നീയാണ് അടിച്ചതെന്ന് കോട്ടവാസം അറിഞ്ഞ? കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ, കണ്ടില്ലേ? ആശുപത്രി തന്നെ. നീ ഇവിടെ വരാൻ പാടില്ല, വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം. അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ. ആ ഇറങ്ങ് ഇറങ്ങ്, എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണു വാ. ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജ. ഉറക്കം വന്നോടാ? കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളെ ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ? ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം. നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നേട്ടാ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസവും ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ? എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയണ്ട, ഇവിടുന്ന് പോയണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ. വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുമോ? അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്ററെ ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണമെന്ന് വിചാരിച്ചാലും ചേട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം, അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. ജോൽസിനല്ല, ഞാനാ പറയുന്നേ. ഇന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോത്സരെ, ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാലദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ, ഇതൊരു തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിരിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ?
വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയ ചേച്ചി. എടാ രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ. സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരുത്തുള്ളൂ. നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വാടാ ഇവിടെ. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്ക് ചേട്ടാ. വിട്ടേക്കാം. പകരം നീ വരുവോ? അവൾക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലെന്താ? പെണ്ണല്ലേടാ. വരാനാ പറഞ്ഞേ. വാടി വിട് എന്റെ ചേച്ചിനെ വിട്. വാടി. കാലല്ലേ, ഞാൻ തടവാം. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ചേട്ടൻ. നീ തടവോടാ? ചേട്ടാ വേണ്ട ചേട്ടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ഡേയ് ഇവിടെ വാടാ. ചേട്ടാ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ ചേട്ടാ. അവന് കൈവേദന കാണും. ഞാൻ തടയി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. കൈ നന്നായിട്ട് തടവി. ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട് ഏയ് ആസ്പത്രി പോയി ബലം ശരിക്കും കൂടിയോടാ. ഇനി ആസ്പത്രി അല്ല, നേരെ മോർച്ചറിക്ക. ചേട്ടാ ചേട്ടാ ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശ നീ പോ. ഹലോ, നീ മുരുകേശനല്ല ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്. അവനല്ലേ നിന്നെ ചുരുട്ട് വെച്ച് പൊള്ളിച്ചത്. പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ പുറമയാവാൻ പോവാ. അതിന് വേറെ ആളെ നോക്ക്. ആട് സംസാരിക്കുന്ന ആടെങ്ങനെയാട്ടാ സംസാരിക്കുന്നേ? നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോടൊന്ന് അന്വേഷിക്കണ്ടേ? ആഹാ വാ 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 വാ. ഇവിടെ വാടാ. ചേട്ടാ എന്താ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോടാ അത്? പറഞ്ഞു കേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്. അറിയാതെ വന്നതാ. ഈ വഴി ശരി ശരി ഓടിച്ചു ഇപ്പൊ പോടാ, പറഞ്ഞിട്ടേക്കാം വേഗം ചെല്ല്. ഇപ്പൊ പറഞ്ഞിട്ടേക്കാം. ഓ വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടെ ദേവി എന്താ ഞാൻ എന്താ പറഞ്ഞൊന്ന് കേക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ് അണ്ണന് ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. സൂക്ഷിക്കണേ. ബൈ. ഡേ വേണു ഇവിടെ വാ. ഏയ് വാ, വാ പോകാം. എന്താ നോക്കുന്ന? പോകാന്ന്. എവിടെ? എവിടെയെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ടറി. ഏയ് ഇന്നെന്റെ കല്യാണോ? അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ പിന്നെന്ത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ? മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിന്ന് പറയുന്നേ എന്താ?
കുഴപ്പമായല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നമുക്കത് വാങ്ങിക്കോട്ടെ. എന്താ പാചകം പഠിക്കണമെന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം. നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ് ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചു വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ? ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ആര്? ഹലോ? ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി. ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു. അകത്തെന്താ ചെയ്യുന്നേ? വെളിയിലുള്ളത് ചിലത് അകത്ത് തോന്നി ചേട്ടാ. ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ മുരുകേശാ,